പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 138 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോയെ ഇടയനായി ചിത്രീകരിക്കുന്ന 13ഓളം പുതിയ നിയമഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇന്ന് നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ മിക്ക പ്രവാചകൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണി കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഇത് പൊയ്മേൻ പദപഠനത്തിന് ശേഷം തൊട്ട് പിന്നിൽ വരുന്ന ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ഭാഗം സിലക്ട് ചെയ്യുന്നത് പൊയ്മേൻ എന്നത് നാമപദമാണെങ്കിൽ മത്തായി 2:6 നമ്മൾ ഇതിൻ്റെ ഒരു ക്രിയാപദം കാണുന്നുണ്ട്. പൊയ്മൈനോ, പൊയ്മൈനോ, മേയിക്കുക, മേയിക്കുക. മത്തായി 2:6 നമ്മളിങ്ങനെ വായിക്കുന്നു: എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. അത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള POC ബൈബിളിൽ ആ പരിഭാഷ അവിടെ 2 വ്യത്യസ്ത ക്രിയാപദങ്ങളുണ്ട്. അതിനെ ഒന്നാക്കിയിരിക്കുകയാണ്. ഏതൊക്കെയാണ് 2 വ്യത്യസ്ത ക്രിയാപദങ്ങൾ? എക്സൂഗാർ എക്സെല്യൂസെത്തായി ഹെഗൂമെനോസ്. അപ്പോൾ ഒന്നാമത്തത് ഹെഗൂമെനോസ് ആണ്. ഹെഗൂമെനോസ് എന്താണ്? ഹെഗൂമെനോസ് നയിക്കുന്നവൻ അല്ലെങ്കിൽ അധികാരി, നയിക്കുന്നവൻ. അപ്പോൾ ഹെഗൂമെനോസ് എന്നുള്ള ഒരു പദം അവിടെയുണ്ട്. അതുകൂടാതെ ഹോസ്തിസ് പൊയ്മൈനായി പൊയ്മൈനൈ തോൺ ലാവോൺമു, എൻ്റെ ജനത്തെ മേയിക്കുന്നവൻ. ഹോസ്തിസ് പൊയ്മൈനൈ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൊയ്മൈനോ എന്ന ക്രിയാപദത്തിൽ നിന്ന് ഉള്ള ആ ഒരു ഭാഗമാണ്, ആ ഒരു രൂപമാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ? അതായത് എൻ്റെ ജനത്തെ മേയിക്കാനുള്ള അധികാരി നിന്നിൽ നിന്ന് പുറപ്പെടും. ബത്ലഹേമിനെക്കുറിച്ചാണ് പറച്ചിൽ, നിങ്ങൾക്കറിയാം. പക്ഷേ രസകരമായ കാര്യം, വിശുദ്ധ മത്തായി ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പൊയ്മൈനോ എന്ന ക്രിയാപദത്തിന് തുല്യമായ ഒരു ക്രിയാപദം മിക്ക 5:2 സപ്തതി പരിഭാഷയിൽ ഇല്ല എന്നതാണ്. അത് ഗ്രീക്കിലും ഇല്ല, മിക്ക 5:2 ഹീബ്രു ഭാഷയിലും അത് കാണാനില്ല. ഹീബ്രുവിൽ ആകെ നമ്മൾ കാണുന്നത് മൊഷേൽ ബിസ്രായേൽ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിലെ അധികാരി, റൂളർ. മഷാൽ എന്ന ക്രിയാപദത്തിൻ്റെ പാർട്ടിസിപ്പിൾ മൊഷേൽ ബിസ്രായേൽ. ഇനി മിക്ക 5:2 ഗ്രീക്ക് ഭാഷ്യം, അതായത് സപ്തതിയിൽ എങ്ങനെയാണ്? അവിടെ നമ്മൾ കാണുന്നത് എയ്സ് അർക്കൊന്ത എൻ തോ ഇസ്രായേൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേലിൽ അർക്കോൺ എന്ന് വെച്ചാൽ ഭരിക്കുന്നവൻ, അധികാരി എന്നാണ്. അപ്പോൾ ഇസ്രായേലിൽ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും വരും. വിശുദ്ധ മത്തായിക്ക് ഈ പൊയ്മൈനോ എന്ന ക്രിയാപദം എവിടെ നിന്ന് കിട്ടി? ഒരു പക്ഷേ
അദ്ദേഹം അടിസ്ഥാനമാക്കി വച്ചത് ഹീബ്രു ടെക്സ്റ്റിൻ്റെ ഒരു ഊർ ടെക്സ്റ്റ് ആയിരുന്നിരിക്കാം, നമുക്കുറപ്പില്ല, ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അധികാരി എന്ന് മിക്ക 5:2 കൊടുത്തിരിക്കുന്ന പദത്തിന് ഒരു വ്യാഖ്യാനം അഥവാ വിശദീകരണം എന്ന രീതിയിൽ ഇസ്രായേലാകുന്ന ആട്ടിൻപറ്റത്തെ മേയിക്കുന്നവൻ, ഈശോയുടെ ഇടയ സ്വഭാവത്തെ അവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ മത്തായി ആഗ്രഹിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. ഒരുപക്ഷെ അതിന് കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിനെ മേയിച്ച ഒരിടയൻ, രാജാവായി ഇസ്രായേലിനെ മേയിച്ച രാജാവ് ദാവീദ് രാജാവ് പണ്ടൊരു ഇടയനായിരുന്നു. ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ എന്ന്, ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചവനെന്ന് വിശുദ്ധ മത്തായി വളരെ ശക്തിയുക്തം യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഈ പൊയ്മൈനോ എന്ന ക്രിയാപദം ഇടയനായ ദാവീദ് പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായി മാറിയ ആ ഒരു സംഭവം മനസ്സിൽ കണ്ടുകൊണ്ട് വിശുദ്ധ മത്തായി മിക്ക 5:2 ഉദ്ധരിക്കുന്നിടത്ത് ഈ പൊയ്മൈനോ എന്ന ഗ്രീക്ക് ക്രിയാപദം അവിടെ വളരെ ക്രിയാത്മകമായ രീതിയിൽ ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും പൊയ്മൈനോ എന്ന മേയ്ക്കുക എന്നർത്ഥമുള്ള ഗ്രീക്ക് പ്രയോഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ സാധ്യമായ വ്യാഖ്യാനവും നമ്മൾ നൽകി. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം